ബോബി ചെമ്മണ്ണൂരിനെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അവിടെ വലിയ തിരക്കാണോ സ്റ്റേഷനിൽ? ബോബി ചെമ്മണ്ണൂരിന്റെ അനുകൂലികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? സന്ധ്യ, വലിയ രീതിയിലുള്ള തിരക്കായിരുന്നു ഇപ്പൊ ഈ അർദ്ധരാത്രിയിലും. പോലീസ് ഇത്രയും വൈകിപ്പിച്ചത് ഒരുപക്ഷെ ഈ വലിയ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി തന്നെയായിരുന്നു. എന്നാൽ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അനുകൂലികൾ ഈ സ്റ്റേഷൻ പരിസരത്ത് തന്നെ തടിച്ചുകൂടിയിരുന്നു. അവരെല്ലാം അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമപ്രവർത്തകരായിട്ടുള്ളവരും ധാരാളമായി തന്നെ ഈ സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്നു. അപ്പോൾ അവർ തടിച്ചുകൂടി പുറത്തിറക്കാൻ പോലീസ് ഏറെ പ്രയാസപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു ഇപ്പോഴും കണ്ടത്. ഏതായാലും പോലീസ് ഒരുവിധം പണിപ്പെട്ട് പുറത്തിറക്കി ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ജനറൽ ആശുപത്രിയിൽ എത്തി അവിടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം വീണ്ടും തിരിച്ച് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലോട്ട് തന്നെ കൊണ്ടുവരാനുള്ളൊരു സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ മുന്നിൽ പോകുന്ന ഒരു വാഹനമുണ്ട്, ഒരു കറുത്ത ഡിഫൻഡർ കാർ. അത് ബൊച്ചയുടെ സംഘം തന്നെ എത്തിയിരിക്കുന്ന ഒരു കാറാണ്. അവരും ഈ പോലീസിനെ അവിടെ വയനാട് തൊട്ട് നിന്ന് രാവിലെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത് റോഡ് മാർഗം ഇവിടെ എറണാകുളത്തോട്ട് എത്തിക്കുമ്പോൾ ആ വാഹനത്തിന്റെ പോലീസ് വ്യൂഹത്തിന്റെ ഒപ്പം തന്നെ അനുഗമിച്ചു വന്ന ഒരു വാഹനമാണ്. അതും ഇപ്പോഴും തുടർന്ന് ബോബി ചെമ്മണ്ണൂരിനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുമ്പോഴും പോകുന്നുണ്ട്. ഏതായാലും രാവിലെ ഇന്നലെ ദ്രുതഗതിയിലുള്ള ഒരു നീക്കമായിരുന്നു പോലീസിന്റെ. വൈകിട്ടോടുകൂടി ഹണി റോസ് പരാതി നൽകുന്നു. ഉടനടി തന്നെ പോലീസ് അതിൽ കേസെടുക്കുന്നു. പിന്നീട് പെട്ടെന്ന് ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അതിന്റെ DCPക്ക് എറണാകുളം സെൻട്രൽ ACPക്ക് അതിന്റെ ചുമതല നൽകി. പിന്നീട് ഈ സെൻട്രൽ പോലീസിൽ നിന്നുള്ള ഒരു അന്വേഷണ സംഘം ഉടനെ വയനാട്ടിലോട്ട് പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ വെളുപ്പിന് 4 മണിയോടുകൂടി ആ സംഘം അവിടെ എത്തുകയും അവിടെ നിന്ന് ബോബി ചെമ്മണ്ണൂർ തങ്ങിയിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തോട്ട് വരാനായി കാത്തു നിൽക്കുകയും പിന്നീട് പുറത്തിറങ്ങിയ ശേഷം തന്നെ ഈ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് ജില്ലാ പോലീസ് ക്യാമ്പിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്നുമാണ് പിന്നീട് ഈ പോലീസ് സംഘം എറണാകുളത്ത് നിന്ന് തിരിച്ച പോലീസ് സംഘം റോഡ് മാർഗം ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലോട്ട് എത്തിക്കുന്നത്. ഏകദേശം വൈകിട്ട് 7:15 എത്തിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ നടത്തി. അതിനുശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 7:15 അറസ്റ്റ് രേഖപ്പെടുത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്കായി വൈദ്യ പരിശോധനയ്ക്കായി ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അർദ്ധരാത്രി ഇപ്പോൾ 11:15 സമയമായിരിക്കുന്നു. ഈ രാത്രി തന്നെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി രാവിലെ കൊണ്ടുപോകുമ്പോൾ ഇതിലും വലിയ തിരക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായി ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധന പൂർത്തിയാക്കും. അതിനുശേഷം വീണ്ടും തിരിച്ച് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ച് പിന്നീട് നാളെ രാവിലെ ഈ കോടതി ചേരുമ്പോൾ ഉടനെ തന്നെ രാവിലെയോടുകൂടി തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും മജിസ്ട്രേറ്റിന്റെ വസതിയിൽ കൊണ്ടുപോയി ഹാജരാക്കുന്ന കാര്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി രാവിലെ കോടതി ചേരുമ്പോൾ ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് പോലീസ് ഏതായാലും കൈക്കൊണ്ടത്.